ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1833. ഇന്ന് ജനുവരി മാസം 6-ാം തീയതി. സുറിയാനി സഭയെ സംബന്ധിച്ച് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ മാമോദീസായ ജ്ഞാനസ്നാനത്തെ അനുസ്മരിക്കുന്ന, ആദരവോടെ ഓർക്കുന്ന ദിനമാണ്. യോഹന്നാൻ മാബ്ദാനായാൽ നമ്മുടെ കർത്താവ് സ്നാനപ്പെടുകയാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വേദഭാഗം ഒന്ന് കാര്യമായി പരിഗണിക്കേണ്ടതുമാണ്. യോഹന്നാൻ വിലക്കുന്നുണ്ട്. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം ഏൽക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുക്കൽ വരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്രത്തോളം അവനവനെ സ്വയം ചെറുതായിട്ട് കാണാനും അപരനെ, സഹജീവിയെ തന്നെക്കാൾ വലിയവനെ കാണാനുമുള്ള ഒരു മഹാവലിയ മനസ്സ് യോഹന്നാൻ സ്നാപകൻ പ്രകടിപ്പിക്കുന്നുണ്ട്. കർത്താവ് അതിന് പറയുന്ന ഉത്തരമുണ്ട്. ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് ഉചിതമാണ്. ജീവിതത്തില് പലതും തമ്പുരാൻ മുൻകൂട്ടി ക്രമീകരിച്ചതാവാം. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിധേയപ്പെടേണ്ടി വന്നാൽ വിനയത്തോടെ അതിന് നമ്മൾ തയ്യാറാവേണ്ടതാണ്. എല്ലാം നമ്മുടെ ദൈവത്തിന്റെ കരുതലിന്റെയും പദ്ധതിയുടെയും നീതിയുടെയും അടിസ്ഥാനത്തിൽ ആകാം. അങ്ങനെ ഒരു വിചാരത്തിലും വിശ്വാസത്തിലും അവനവന്റെ മഹത്വം പോലും ഒന്ന് വിട്ട് ഒന്ന് സ്വയം കുറെ കൂടി ചെറുതാവാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമാണ്. ജ്ഞാനസ്നാനം എന്നൊക്കെ പറയുമ്പോൾ കുറെ കൂടി ജ്ഞാനത്തിനായിട്ട്, പ്രകാശത്തിനായിട്ട്, അറിവിനായിട്ട് ആഗ്രഹിക്കേണ്ടതാണ്. അറിവിനകത്തൊന്ന് മുങ്ങിന്ന് വരുമ്പോൾ എല്ലാം മാറി മറിയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ പറന്നിറങ്ങി. ആ ശബ്ദം എന്തായിരുന്നു വെളിപ്പെടുത്തിയത്? അത് അവർ ഇരുവരോട് മാത്രമല്ല, ഭൂലോകത്തോട് മുഴുവനായിരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്നാണ്. ശരിക്കും അവനവന്റെ എല്ലാ മഹത്വവും പ്രതാപവും വിട്ട് ഒന്ന് ജ്ഞാനത്തില് പ്രകാശിക്കപ്പെട്ടാൽ, ഒന്ന് മുങ്ങിന്ന് പറഞ്ഞാൽ സ്വർഗം തീർച്ചയായിട്ടും നമ്മളെക്കുറിച്ചും എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തും. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, അല്ലെങ്കിൽ ഇവൾ എൻ്റെ പ്രിയപുത്രിയാണ്. അത് ഓരോ ദിവസത്തിന്റെയും ആരംഭത്തിൽ കേൾക്കാനായിട്ട്, ഓരോ പ്രഭാതം ഇടരുമ്പോഴും നമ്മൾ ഉണരുമ്പോഴും കേൾക്കാനായിട്ട് ഭാഗ്യമുണ്ടാവട്ടെ. ആ പകലത്തെ എല്ലാ കർമ്മങ്ങളും, നമ്മുടെ എല്ലാ പ്രവൃത്തികളും അവസാനിപ്പിച്ച് വിശ്രമിക്കുമ്പോൾ വീണ്ടും ആ തമ്പുരാന്റെ സ്വർഗീയ ശബ്ദം കേൾക്കാനായിട്ട് നമുക്കും ഭാഗ്യമുണ്ടാവണം. ഇവനിൽ ഇന്ന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇവളിൽ ഇന്ന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ പുത്രനാണെന്ന്, ദൈവത്തിന്റെ പുത്രിയാണെന്നുള്ള ഒരു അറിയിപ്പ് കേട്ട് ഉണരുകയും ഒടുവില് ആ ദിവസം അവസാനിക്കുമ്പോൾ ഇവനിൽ ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിന് പറയാൻ പാകത്തിനുള്ളൊരു ജീവിതം ആ പകലില്, ആ ദിനത്തില് സമർപ്പണത്തോടുകൂടി നിർവഹിപ്പാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവട്ടെ. അങ്ങനെയാണ് ക്രിസ്തുയേശു കടന്നുപോയ ഈ ജ്ഞാനസ്നാനത്തിന്റെ ഒരു പ്രകാശവും വെളിച്ചം അറിവും നമുക്ക് ലഭിക്കുക. പ്രാർത്ഥനയോടുകൂടി ആമേൻ.